ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരിക്കലും വിശ്വസിക്കില്ല ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ ഓട്സ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദോശ, ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ 1 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഉഴുന്നാണ്. പിന്നെ 1/4 ടീസ്പൂണ് വെന്തയം, ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ടൊരു 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കണം. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂർ നമ്മളിത് ഉഴുന്നൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ്, നമ്മളിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഹോൾ റൗണ്ട് ഓട്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓട്സ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് ഓട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഉഴുന്നും ഓട്സും ഒന്നിച്ച് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപായിട്ട് നമ്മൾ ഓട്സിൽ കുറച്ച് ഓട്സ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്സൊക്കെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഉലുവയും പിന്നെ ഇതേ ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക്, ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് സോക്ക് ചെയ്ത വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് ഞാനിവിടെ ഈ ഒരു മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു അത്യാവശ്യം ലൂസായിട്ടുള്ള, നമ്മൾ ദോശ ബാറ്ററൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർനൈറ്റ് പെർമനൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്സ് ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴത്തേനും നമ്മുടെ മാവ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് പെർമനൻ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടല്ലേ സെറ്റായി വന്നിട്ടുള്ളത്. ഈ ഒരു ബാറ്ററി വെച്ച് നല്ല അടിപൊളി മൊരിഞ്ഞ ദോശ ഉണ്ടാക്കിയെടുക്കാം, ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കല്ല് ദോശ എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് തട്ട് ദോശ അതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നൈസായിട്ടുള്ള നല്ല പേപ്പർ പോലെയുള്ള റോസ്റ്റാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ. ഇത് ഞാൻ നമ്മുടെ ദോശ പാനിലേക്ക് ഒരു ഉള്ളി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് 1 സ്പൂണ് മാവ് എടുത്ത് നമ്മൾ ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മാക്സിമം നൈസായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി റോസ്റ്റാണ്. നല്ല എന്താ പറയുക, നമ്മൾ ഒരിക്കലും പറയില്ല ഇത് ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കേട്ടോ. ദോശ പരത്തിയതിന് ശേഷം ഞാനൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗീ റോസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേ നമ്മുടെ റോസ്റ്റ്, നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി റോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. കഴിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും പറയില്ല ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് കേട്ടോ. അപ്പം ഞാൻ വെറുതെ വീണ്ടും പറയുന്നുണ്ട്, ഒരിക്കലും പറയില്ല, ഒരിക്കലും. പക്ഷെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഓട്സ് ദോശ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് സാധാരണ നമ്മൾ ദോശ കഴിക്കുമ്പോൾ സാമ്പാർ, ചട്നി അതൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്